ഹലോ, മിഷേലാണ്. കുറേ ആയി ഒരു വീഡിയോ ചെയ്തിട്ട്, പക്ഷേ ഒത്തിരി വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ ഇത് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. ദീപാവലിന് തലേന്ന് 19-ാം തീയതി ഞങ്ങൾ പോയൊരു സ്ഥലമാണ് അരുവിക്കച്ചാൽ വാട്ടർഫാൾസ്. പൂഞ്ഞാർ എന്ന സ്ഥലത്ത് കോട്ടയം ജില്ലയിലുള്ള സ്ഥലമാണ്. എനിക്കൊന്ന് അധികം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഞങ്ങളും ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തും പിന്നെ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് പോയതാണ്. പക്ഷേ എന്തായാലും പോകേണ്ട ഒരു സ്ഥലം, റബ്ബർ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴി കുറച്ച് കൺജസ്റ്റഡ് ആണ്, നല്ല ഹൈറ്റിലോട്ടല്ലേ പോകുന്നത്. പക്ഷേ നമുക്ക് ഓപ്പോസിറ്റ് വണ്ടി വന്ന് ഒതുക്കി കൊടുക്കാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ഥലമുണ്ട്. ഞാൻ ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. ഹിൽ സ്റ്റേഷനല്ലേ, അപ്പം ഹോട്ടൽസൊക്കെ ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ അതും വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു. ഞങ്ങളെല്ലാവരും ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വഴിയിലൊക്കെ നിന്ന് കഴിച്ച് പോകാറുണ്ട്. പക്ഷേ ഇതും വണ്ടിയൊക്കെ വെക്കാൻ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അപ്പം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാണ് ഉച്ചപോലെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ആ വാട്ടർഫാൾസിലോട്ട് നടന്നു പോകുന്നത്. ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. മേലെ ഒരു കടയുമുണ്ട്, ഒരു കുഞ്ഞുമോൻ ചേട്ടൻ്റെ കട. നമ്മൾ നല്ല വാട്ടർഫാൾസിലൊക്കെ ഇറങ്ങി തണുത്ത് വിറച്ച് വന്നു കഴിയുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് കട്ടൻ കാപ്പിയും നല്ല ചൂട് പഴംപൊരിയൊക്കെ റെഡിയാണ്. ഒരു നല്ല ചേട്ടൻ, ആ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതധികം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇപ്പം അതിൻ്റെ ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റോഡ് പണി നടക്കുന്നതിൻ്റെ തലേന്ന് മഴയും കൂടി ഉള്ളതിൻ്റെ ഒരു നല്ല ചെളിയൊക്കെ ആയിരുന്നു. ഇച്ചിരി പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ സ്വർഗ്ഗമാണ് മക്കളെ. ഒരു 100 അടി ഹൈറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് വീഴുന്നു. ഒരു ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ ഒത്തിരി ആഴമില്ല വന്ന് വീഴുന്നെടുത്ത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ഇറങ്ങാനും വളരെ എളുപ്പമാണ്. ആൾക്കാരൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ കൂടാണ്ട്. അപ്പം അവിടെ ഒരു 3 പിള്ളേർ വേറെ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരെ കൊണ്ട് ഇറങ്ങി. ചെറിയ തെന്നലുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ പേടിക്കേണ്ട ഒന്നുമില്ല. വളരെ സേഫായിട്ടുള്ളൊരു വാട്ടർഫാൾസാണ്. നമുക്ക് ഫാമിലി ആയിട്ട് മക്കളായിട്ടൊക്കെ എനിക്ക് ഏതോ കൈൻഡ് ഓഫ് ഏജ് ഗ്രൂപ്പുകാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരിതുണ്ട്. ഇത് കണ്ടില്ലേ, ഒടുക്കത്തെ മഴയായിരുന്നു മക്കൾ. ഞങ്ങൾ ഇറങ്ങി കയറിയപ്പോഴത്തേക്കും തന്നെ ഒരു കറക്റ്റ് ടൈം പോയി വന്ന പോലെ. പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പം അവിടെ ഒന്ന് ആ വെള്ളം പോകുന്ന പോലത്തെ കുറച്ച് അരുവി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യണമെന്ന് വെച്ചാൽ പക്ഷെ നടന്നില്ല. കണ്ണ് തുറന്ന മുമ്പ് കാണാൻ പറ്റാത്ത പോലത്തെ മഴയായിരുന്നു. പിന്നെ കാറിനകത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നത്. അവിടെ അങ്ങനെ ഡ്രസ്സിങ് റൂമൊന്നും ആയിട്ട് റെഡി ആയിട്ടില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. എന്നിട്ട് പോലും മഴ ആ സമയത്തും തീർന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചേർത്തലയിലോട്ട് വന്നത്. അവിടെ ഉണ്ടായിരുന്ന വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് എടുത്തു തന്ന കുറച്ച് ഫോട്ടോസാണ്. ഇത് ശരിക്കും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം. അപ്പോൾ അവിടെ അടുത്തായിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ദൂരെയുള്ളവർക്കും പോകാട്ടോ. നല്ലൊരു സ്ഥലം. എനിക്കൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരിയും കൂടി ഡെവലപ്പ് ആകും, റോഡും ഒക്കെ അടിപൊളിയായിട്ട്. അപ്പോഴത്തേക്കും ഒത്തിരി പേരിലേക്ക് ഇതെത്തും. എന്താ വെച്ചാൽ ഇതെന്തായാലും അറിഞ്ഞാൽ പിന്നെയും ആൾക്കാർ പോവും. അത്രയും സേഫ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം. അപ്പം അത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം, കാടിൻ